ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥയുടെ പേര് ആരോഗ്യവും സന്തുഷ്ടരുമായ ഇരട്ടകൾ. കഥ ഇങ്ങനെ: റിയയും രവിയും കളിക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഇരട്ടക്കുട്ടികൾ ആയിരുന്നു. ചിപ്സ്, ബർഗർ, പിസ്സ, ചോക്ലേറ്റ് തുടങ്ങിയ ജങ്ക് ഫുഡുകൾ കഴിക്കാൻ ആയിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം. പഴങ്ങളും പച്ചക്കറികളും കഴിക്കാനോ പാൽ കുടിക്കാനോ അവർ എപ്പോഴും ഇഷ്ടപ്പെട്ടില്ല. നല്ല രീതിയിൽ പല്ല് തേക്കാനോ പതിവായി വ്യായാമം ചെയ്യാനോ അവർ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർക്ക് ഒരു സ്കൂൾ പിക്നിക് ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് ധാരാളം നടക്കുകയും ഗെയിമുകൾ കളിക്കുകയും ചെയ്യാൻ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റിയയ്ക്കും രവിക്കും നല്ല ക്ഷീണവും വിശപ്പും തോന്നി തുടങ്ങി. അവർ കൂടെ കൊണ്ടുവന്ന ജങ്ക് ഫുഡുകൾ ആയിരുന്നു ധാരാളം കഴിച്ചത്. കൂടെ അവർ ധാരാളം സോഡയും കുടിച്ചു. അപ്പുറത്ത് ടീച്ചർ അവർക്കായി ഒരുക്കിയ ആരോഗ്യകരമായ ഭക്ഷണമൊന്നും അവർ കഴിച്ചില്ല. താമസിയാതെ അവർക്ക് രണ്ടുപേർക്കും അസുഖം തോന്നിത്തുടങ്ങി. അവർക്ക് വയറുവേദന, തലവേദന, പല്ലുവേദന എന്നിവ തോന്നി. അവർക്കു നല്ല ദാഹവും ബലഹീനതയും അനുഭവപ്പെട്ടു. അവർ പിന്നീട് അവിടെ ആ പിക്നിക് ഒട്ടും ആസ്വദിച്ചില്ല. അവർ ഒരു മൂലയിൽ ഇരുന്ന് സുഹൃത്തുക്കൾ ആസ്വദിക്കുന്നത് കണ്ടിരിക്കേണ്ടി വന്നു. അപ്പോൾ ടീച്ചർ അവരുടെ അവസ്ഥ ശ്രദ്ധിച്ചു. എന്താണ് കുഴപ്പമെന്ന് അവരോട് ചോദിച്ചു. ജങ്ക് ഫുഡ് ധാരാളം കഴിച്ചിട്ടുണ്ടെന്നും ആരോഗ്യകരമായ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നും അവർ ടീച്ചറോട് പറഞ്ഞു. ജങ്ക് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും ടീച്ചർ അവരോട് വിശദീകരിച്ചു. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം എന്നും ദിവസവും 2 നേരം പല്ല് തേക്കണം എന്നും പതിവായി വ്യായാമം ചെയ്യണമെന്നും അവർ അവരോട് പറഞ്ഞു. ഈ ശീലങ്ങൾ അവരെ ആരോഗ്യമുള്ളവരും കരുത്തും സന്തോഷവും നിലനിർത്താൻ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. റിയയും രവിയും തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി ഖേദിച്ചു. അതിനുശേഷം ടീച്ചറുടെ ഉപദേശം അനുസരിക്കുകയും ജീവിതശൈലി മാറ്റുകയും ചെയ്യുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അന്ന് അവർ ഒരു വിലപ്പെട്ട പാഠം പഠിച്ചു. ആരോഗ്യകരമായ ജീവിതം നയിക്കേണ്ടത് ജീവിതം ആസ്വദിക്കാൻ പ്രധാനമാണ്. ജീവിതം ആസ്വദിക്കുന്നതിന് ആരോഗ്യകരമായ ശരീരവും നിലനിർത്തേണ്ടത് പ്രധാനമാണ് എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത. നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. See you.